പഴയ കഥകളുടെ ആശരത്തിയല്ല. രാവിലെ എല്ലാം കൂടെ വളഞ്ഞു നിന്ന് എന്നെ കുറ്റം പറയണ കേട്ടായിരുന്നല്ലേ? അച്ഛാ സംഭവം വേറൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. പണ്ടത്തെ കഥ പടവലത്തെയും ചോനത്തലയും പിന്നെ മാവിന്റെ തേങ്ങ വരിക്ക ചക്കയുടെ കഥ. അതൊക്കെ എന്തോന്ന് കഥ. കഥകൾ കേൾക്കണമെങ്കിൽ അങ്ങനെ നെയ്യാറ്റിങ്കര ജോലി എൻ്റെ വീട്ടിൻ്റെ വടക്കേ വശത്തോട്ട് ഇറങ്ങണം. എൻ്റെ പറമ്പിലോട്ട് ഇങ്ങനെ കുറച്ചു ദൂരം ഇങ്ങനെ നടക്കുമ്പം കണത്താ ദൂരത്ത് ഇങ്ങനെ നെൽപ്പാടം ഇങ്ങനെ കിടക്കണതാണ്. അതിൻ്റെ അങ്ങ് അറ്റത്ത് മലനിരകൾ. ആ മലയിൽ നിന്ന് ഒരുപാട് പക്ഷിക്കൂട്ടങ്ങൾ, ഏതെന്ന് പറയാൻ പറ്റില്ല, കൂടുതൽ തത്തയാണ്. ഓ, ലക്ഷക്കണക്കിന് തത്തകൾ ഇങ്ങനെ പറന്ന് പറഞ്ഞ് കാണാൻ എന്തൊരു ഭംഗിയെന്നറിയാമോ? ഇതെല്ലാം കൂടെ പറന്ന് പറഞ്ഞാൽ എന്തിനെന്നറിയാം? നെൽക്കതികൾ തിന്നാൻ വേണ്ടി. പിന്നെ ആ വരമ്പ്, തോട്ടിൻ്റെ വരമ്പ് മൊത്തം കുളവാഴ, അതിൽ നിറച്ചും കുളക്കോഴികൾ. പിന്നെ തൊട്ടടുത്തൊരു താമര പോയാണ്, കണ്ണീര് പോലത്തെ വെള്ളം, എന്തുമാത്രം നിറങ്ങളുള്ള മീനുകളെന്നറിയാമോ നീന്തി തുടിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ആ മലയിൽ ഇങ്ങനെ തണുത്ത കാറ്റ് വരും. ഇത് അടിച്ച് ഇങ്ങനെ വയറൊക്കെ പഴങ്കഞ്ഞി കുടിച്ചോട്ട് കിടക്കാൻ എന്തോ സുഖമെന്നറിയാം. വെറുതെ ഇങ്ങനെ ആയിപ്പോയാ പഴങ്കഞ്ഞി കുടിച്ചിട്ട്